Hi friends, welcome back to my channel. Arabic rice പലതരം ഉണ്ടല്ലോ. അതിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റും കൂടെ ആയിട്ടുള്ള റൈസാണ് മക്ലൂബ. മക്ലൂബ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ മക്ലൂബ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. ഒരു ചിക്കൻ സ്കിന്നോട് കൂടി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, സവാള ഒരെണ്ണം സോട്ട് ചെയ്യാനായിട്ട് കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി 5-6 അല്ലി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷണലാണ്. ഒരു ടൊമാറ്റോ നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുത്തത്, ഇതിനു പകരം ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. അതിനായിട്ട് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്യാം, ഒരു ക്യാരറ്റ് പീൽ ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തത്, ഒരു പൊട്ടാറ്റോ പീൽ ചെയ്ത് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തത്, ഒരു വലിയ എഗ് പ്ലാന്റ്. ഇത് ആക്ച്വലി റൈസിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂട്ടുന്ന വെജിറ്റബിളാണ്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം, ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്കിന്നും സെപ്പറേറ്റായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൊമാറ്റോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വൈറ്റ് അണിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സവാളയും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ടുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ അറബിക് സ്പൈസ് പൗഡർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇതിന് തൊട്ട് മുൻപ് ഞാൻ ഷെയർ ചെയ്തിരുന്നു. വളരെ ഈസിയാണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പെപ്പർ പൗഡർ. ഇനി ഇതിന് യൂസ് ചെയ്യുന്ന റൈസ് സെല്ല റൈസോ ബസ്മതി റൈസോ യൂസ് ചെയ്യാം. ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. 20 മിനിറ്റ്സ് ടു 1 അവർ വരെ ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, അതുപോലെ തന്നെ ഓയിലും വേണം. ഓയിൽ എന്ന് പറയുമ്പം ഒലിവ് ഓയിൽ ആവാം, സൺഫ്ലവർ ഓയിൽ ആവാം, ബട്ടർ ആവാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പാടെ മാറിപ്പോവും. ഇനി അടി കട്ടിയുള്ള ഒരു സ്റ്റീൽ പാനോ നോൺ സ്റ്റിക്ക് പാനോ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. പാൻ ചൂടായാൽ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം, ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടു വന്നാൽ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ചേർത്ത് കൊടുക്കാം. ഒരു 4 to 5 മിനിറ്റ്സ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കണം നിർബന്ധമില്ല, പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ ആ ക്യാപ്സിക്കത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ റൈസിന് കിട്ടും. ആവശ്യത്തിന് ഉപ്പ്, അതായത് ചിക്കനിലേക്കും കൂടെ ഉള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എരിവനുസരിച്ച് കുരുമുളക് പൊടി, 1.5 സ്പൂൺ അറബിക് സ്പൈസ് പൗഡറും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സോട്ടേ ചെയ്ത മസാലയിലോട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം. ഈ മസാല ചിക്കനിലോട്ട് നല്ലപോലെ പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചിക്കൻ ഈ പാത്രത്തിനകത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം, അതായത് പരത്തി വെച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഷാലോ ഫ്രൈ പോലെ ഗോൾഡൻ കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഗോൾഡൻ കളറാക്കി എടുക്കാം. അതിനകത്തുള്ള എണ്ണയിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് ഗോൾഡൻ കളറായി കിട്ടും. മഖ്ലൂബ പല കൺട്രീസിലും ചെറിയ ഡിഫറൻസിലാണ് ഉണ്ടാക്കുക. അതിലൊരു രീതി എന്ന് പറയുന്നത് ഈ ചിക്കൻ പിന്നീട് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ആക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള മഖ്ലൂബൊക്കെ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താണ് കേട്ടോ. അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ നിന്ന് എടുത്ത ശേഷം ഒന്നുകൂടെ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ചിക്കൻ 2 സൈഡും ഗോൾഡൻ കളറായാലും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. റൈസ് എത്രയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിളാണ് വെള്ളം എടുക്കേണ്ടത്. ഇവിടെ 3 കപ്പ് റൈസ് എടുത്തിട്ടുള്ള, അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിക്കാം. അതൊന്ന് മൂടി വെച്ച് വെള്ളത്തിൽ കിടന്ന് ചിക്കൻ നല്ലപോലെ വേവട്ടെ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു ഫ്രൈങ് പാൻ വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അതിനും ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഓരോ വെജിറ്റബിൾസും ഇട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ തിരിച്ചുവിട്ട് ഫ്രൈ ആക്കി എടുത്തു വെക്കാം. പൊട്ടാറ്റോസ് കുക്ക് ചെയ്യുമ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുക്ക് ചെയ്യണേ, എങ്കിലേ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. സെയിം ഓയിലിൽ തന്നെ ക്യാരറ്റും കോളിഫ്ലവറും എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. അനിയൻസും ടൊമാറ്റോസും ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതും ഗോൾഡൻ കളർ ആകുമ്പം എടുത്ത് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലിഡൊന്ന് നമുക്ക് തുറന്നു നോക്കാം. വെള്ളം നല്ലപോലെ തിളക്കുന്നുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റി വെക്കണം. നേരത്തെ പറഞ്ഞ പോലെ കായം പുരട്ടി ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലാണ് കേട്ടോ ചെയ്യുക. ഇതുപോലെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ജസ്റ്റ് നോർമലി നമ്മൾ എങ്ങനെയാണോ കായം പുരട്ടുക അതുപോലെ പുരട്ടിയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ സെയിം വെള്ളത്തിലോട്ട് നമുക്ക് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇടുന്നതിന് മുൻപ് വെള്ളത്തിൽ ഉപ്പ് പാകമാണെന്നൊന്ന് നോക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ച് ഒരു 8 to 10 മിനിറ്റ്സ് റൈസ് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. റൈസ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ബിരിയാണി റൈസിൻ്റെ വേവാണ് കേട്ടോ ഈ റൈസിനും വേണ്ടത്. അതായത് മുഴുവനായിട്ട് വെന്ത് പോകണ്ട, ഒരു 1/4 ഭാഗം വെന്താൽ മതി. ഇനി നമുക്ക് മഖ്ലൂബ സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കുഴിയുള്ള താഴ്ഭാഗം ഫ്ലാറ്റായിട്ടുള്ളൊരു പാൻ എടുക്കാം. നേരത്തെ ചിക്കനും റൈസൊക്കെ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്ത് അതേ പാനിൻ്റെ ചെറിയ ടൈപ്പ് പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ പാനിനകത്ത് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ താഴെ വെജിറ്റബിൾസ് ആണ് വെക്കുക, അതിന് മുകളിൽ ചിക്കൻ വെക്കും, അതിൻ്റെ മുകളിൽ റൈസ് വെക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് അറേഞ്ച് ചെയ്യാം. എനിക്ക് ഈ എഗ് പ്ലാന്റ്സിൻ്റെ സ്കിന്നും ഈ റൈസിൻ്റെ മുകളിൽ കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സ്കിന്ന് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം പോലെ. പൊട്ടാറ്റോസ് വെച്ചു. ഇത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വെജിറ്റബിൾസ് ഒക്കെ ഓൾമോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. അനിയൻസ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, റൈസ് പകുതി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇടാനായിട്ട്. ഇനി ചിക്കൻ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. മാറ്റി വെച്ചിട്ടുള്ള അണിയൻസ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുകളിൽ വീണ്ടും കുറച്ചുകൂടെ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മഖ്ലൂബ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്സൈഡ് ഡൗൺ എന്നാണ്. അതായത് നമ്മൾ ഈ റൈസ് ഇതുപോലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അപ്സൈഡ് ഡൗൺ ആയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇതിപ്പം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ബിരിയാണിക്കൊക്കെ ദമ്മിടുന്ന പോലെ 5 മിനിറ്റ്സ് സിമ്മിൽ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ സെർവിങ് പ്ലേറ്റ് എടുത്ത് ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം. തിരിച്ച് ഉടനെ തന്നെ പാത്രം എടുക്കാൻ പാടില്ല. ഇതുപോലെ എന്തെങ്കിലും തവിയോ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ടാപ്പ് ചെയ്താലേ പൊട്ടാതെ റൈസ് കിട്ടുള്ളൂ. എന്നിട്ട് പതുക്കെ ഈ പാത്രം എടുത്തു മാറ്റാം.
അപ്പം ഇങ്ങനെയാണ് മഖ്ലൂബ ഉണ്ടാവുക. ഇത് കഴിക്കുന്ന സമയത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക. അപ്പം ഈ ചിക്കൻ്റെ സ്റ്റോക്കിൽ വെന്തിട്ടുള്ള റൈസും ഈ വെജിറ്റബിൾസും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.